കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിലൂടെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ദാനിയേൽ പുസ്തകം 3-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായം 2-ാം അധ്യായത്തിൽ വ്യത്യസ്തമാണ്. 3-ാം അധ്യായത്തിൽ രാജാവ് 60 മുഴം നീളവും 6 മുഴം വീതിയുമുള്ള സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ ബിംബം ദൂരാ സമഭൂമിയിൽ സ്ഥാപിച്ചു. അതിന് ഡെഡിക്കേഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ഡെഡിക്കേഷന് വേണ്ടി ദേശത്തിലെ പ്രധാന ദേശാധിപതികളെയും ഭരണാധികളെയും മന്ത്രിമാരെയും അങ്ങനെ എല്ലാവിധമാകുന്ന VIPസിനെയും വിളിച്ചു വരുത്തിയിട്ടാണ് ആ ഡെഡിക്കേഷൻ നടക്കുന്നത്. ആ ഡെഡിക്കേഷനിൽ നടന്ന ഒരു സംഭവമാണ് നമ്മൾ പഠിച്ചത്. അവിടെ പറയുന്നത് സകലവിധമാകുന്ന വാദ്യ ഉപകരണങ്ങളും ഉപയോഗിച്ച് അത് ഫങ്ഷൻ ചെയ്യുമ്പോൾ എല്ലാവരും രാജാവ് നിർത്തിയ ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. അതൊരു കൽപ്പനയാണ്. അതൊരു ഭയപ്പെടുത്തുന്ന, ത്രട്ടണിങ് ആയിരിക്കുന്ന കൽപ്പനയാണ്. അങ്ങനെ ചെയ്യാത്തവരെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ നമ്മൾ മനസ്സിലാക്കിയത് സകല വാദ്യ ഉപകരണങ്ങളോടുകൂടെ ശബ്ദം മുഴക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ ജനമെല്ലാം ഈ ബിംബത്തിന് മുമ്പിൽ വീഴണം. നാം പഠിച്ചോന്ന് ഇതാണ്, സംഗീതം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ വികാര മണ്ഡലങ്ങളെ ഇളക്കി മറിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് എല്ലാ സംഗീതവും ആസ്വദിക്കാം. പക്ഷെങ്കിൽ ചിലത് തിന്മയ്ക്കും, ചിലത് നമ്മൾ പോകാൻ പാടില്ലാത്തടത്തും ചെല്ലാൻ പാടില്ലാത്തടത്തും നമ്മളെ വിശാലമേറിയ വഴിയിലേക്കൊക്കെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നതായിരിക്കാം. അതുകൊണ്ട് എല്ലാത്തിനും ചെവി കൊടുക്കാതെ നമുക്ക് യോജിച്ചതാണോ അല്ലയോ എന്നോ നന്നായി ചിന്തിച്ച ശേഷം മാത്രമേ എല്ലാ സംഗീതവും ആസ്വദിക്കാവൂ എന്നാണ് നമ്മൾ ഇത് പഠിച്ചത്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഈ വാദ്യ ഉപകരണങ്ങളുടെ ശബ്ദത്തിന് മുൻപിൽ ജനത്തിൻ്റെ വികാര മണ്ഡലങ്ങൾ അന്തർലീനമാകുകയും അവർ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് വീഴുന്ന, നമസ്കരിക്കുന്ന അനുഭവത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് ഇത് അന്തർലീനമായിരിക്കുകയാൽ നമ്മുടെ ഹൃദയവും എല്ലാം അതിൻ്റെ അകത്ത് അന്തർലീനമാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതെ വീണുപോകും എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞ് പോകാതെ ചിന്തിച്ചും ആലോചിച്ചും നിൻ്റെ ആത്മീയ ജീവിതത്തിന് കോട്ടം വരുത്തുന്നതാണോ, ആത്മീയ ജീവിതത്തെ ഇതെങ്ങനെ ബാധിക്കും എന്നൊക്കെ നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇങ്ങനെയുള്ളവർക്ക് പോയി കൈ കൊടുക്കാവൂ എന്ന കാര്യം ഓർപ്പിച്ചുകൊള്ളുന്നു. നമുക്കിനി 8 മുതൽ 12 വരെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദാനിയേൽ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്തു വന്നു യഹൂദന്മാരെ കുറ്റം ചുമത്തി. അവർ നെബൂഖദ്നേസർ രാജാവിനെ ബോധിപ്പിച്ചത്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, രാജാവേ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും
കേൾക്കുന്ന ഏവനും വീണ് സ്വർണ ബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ എരിയുന്ന തീച്ചൂളയിൽ കളയുമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബിനഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ ഈ സകല വാദ്യോപകരണങ്ങളും ഉപയോഗിക്കുമ്പോൾ അവരെല്ലാവരും അതിനു മുമ്പിൽ വീണ് നമസ്കരിച്ചു. എന്നാൽ അതിനകത്തുനിന്ന് കൽദേർ കണ്ടെത്തിയ ചില ആളുകളുണ്ട്. കൽദേർ ഇതിനകത്ത് കണ്ടെത്തി. മുൻ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്ന സംഭവങ്ങൾ ദാനിയേലോടൊപ്പം ഉന്നത സ്ഥാനങ്ങളിലേക്ക് അവരോധിക്കപ്പെട്ട ഈ യഹൂദന്മാരായിരിക്കുന്ന ബാലകന്മാർ ശദ്രക്ക്, മേശക്, അബേദ്നെഗോ, ഇവർക്കെതിരെയാണ് കൽദേർ വ്യക്തമായ ഒരു രാഷ്ട്രീയ പ്രേരണയോടുകൂടി വന്നിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, മതം വേറെ രാഷ്ട്രീയം വേറെ. എന്നാൽ ഇവിടെ നെബൂഖദ്നേസർ രണ്ടും കൂടി മിക്സ് ചെയ്തു. മതവും രാഷ്ട്രവും കൂട്ടിക്കലർത്തി. മതം അനുശാസിക്കുന്നത് അനുസരിച്ചില്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റമായി കാണുന്നു. അത് ഈ കാലഘട്ടത്തിലും കാണാൻ കഴിയുന്നുണ്ട്. പല രാജ്യങ്ങളും മതവും രാഷ്ട്രവും കൂട്ടിക്കുഴച്ചിട്ട് അവരുടെ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റമായി അവർ കണക്കാക്കുന്നു, ജയിലിലടയ്ക്കുന്നു. അവർക്ക് എന്താ വേണം ചെയ്യാൻ കഴിയും. ഇപ്പം ഇവിടെ ഈ യഹൂദ ബാലന്മാർക്കെതിരെ ഈ കൽദേർ വന്നിരിക്കുകയാണ്. അവരെ ഈ കൽദേരെ സംബന്ധിച്ച് പറയുമ്പോൾ രാജാവ് 2-ാം അധ്യായത്തിൽ രാജാവ് സ്വപ്നം കണ്ടു, മറന്നുപോയി. അത് പറഞ്ഞു തരണമെന്നോ രാജാവ് എല്ലാവരെയും വിളിച്ചു വരുത്തിയ കൂട്ടത്തിൽ കൽദേരെ വിളിച്ചു കൂട്ടിയായിരുന്നു. കൽദേർ പറഞ്ഞ് രാജാവ് സ്വപ്നം പറയാമെങ്കിൽ വ്യാഖ്യാനിക്കാമെന്ന് പറയുമ്പോൾ രാജാവ് പറഞ്ഞു, ന്യായവിധിയുടെ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ സ്വപ്നം എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ജീവൻ അപകടത്തിലായ ഒരു കൂട്ടരവരെ. എന്നാൽ അവിടെ രാജാവ് പറഞ്ഞ ന്യായവിധി അവർക്കും കൂടെ ബാധിക്കപ്പെട്ടതാണ്. എന്നാൽ ഇവരുടെ എല്ലാവരുടെയും കൂടെ രക്ഷയാക്കി വേണ്ടി വാസ്തവത്തിൽ പ്രയത്നിച്ചത് ദാനിയേലും ഈ 3 പേരുമാണ്. ഈ 3 പേരും ദാനിയേലും കൂടെ ചേർന്നിട്ട് ഈ വിഷയത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം അവർക്ക് രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയേൽ രാജാവിൻ്റെ മുമ്പാകെ അത് വിശദീകരിച്ചതുകൊണ്ടാണ് ഇവന്മാരുടെ ആരുടെ ജീവൻ അപകടത്തിൽ പോകാതിരുന്നത്, രക്ഷപ്പെട്ട അതുകൊണ്ടാണ്. 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2:17. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോട് കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസരിയാവോടും കാര്യം അറിയിച്ചു. അപ്പൊ അവര് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇവര് പോയിരുന്ന് പ്രാർത്ഥിച്ച് രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ് വാസ്തവത്തിൽ ഈ കൽദേക്കാർ രക്ഷപ്പെട്ടത്. ഇല്ല എങ്കിൽ അവൻ ജീവൻ എന്നേ പോയേനെ. ആ നിലയിൽ ഇവർക്കുടെ ജീവൻ രക്ഷിച്ച ഒരു ഗ്രൂപ്പാണ് ഈ യഹൂദ ബാലന്മാർ. രാജാവിൻ്റെ ആ വലിയ ന്യായവിധിയുടെ നടുവിൽ
ഈ ഇവരുടെ ജീവൻ നഷ്ടപ്പെടാതെ വണ്ണം ഇവരും കൂടെ രക്ഷിക്കുവാൻ വേണ്ടി നന്നായി പ്രയത്നിച്ച കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ 3 പേരും അവരോട് ചേർന്ന ദാനിയേലും. പക്ഷെ ഇപ്പോൾ നേരെ തിരിഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ പലരും കൂടിയിട്ടുണ്ട്. അവരാരും ഇവരെ ആരും ശ്രദ്ധിക്കാൻ പോയില്ല. രാജാവും ശ്രദ്ധിച്ചിട്ടില്ല. കൽദേർ കണ്ടുപിടിച്ചിട്ട് അവനത് ഇഗ്നോർ ചെയ്യേണ്ടതിന് പകരം അവരത് നേരെ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുപോവുകയാണ്. ചില കൽദേർ അത് വെളിപ്പെടുത്തുന്നു. പ്രതിമയെ ആരാധിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടതായി രാജാവിന് മുമ്പാകെ വെളിപ്പെടുത്തുന്നു. നമുക്കറിയാം, ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ അവിടെ സന്നിഹിതരായിരുന്നു. എന്നാൽ ഈ 3 പേരെയും അവഗണിച്ചത് അതാർക്കും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവർ ഒരു പ്രതിഷേധത്തിലേക്കല്ല പോയത്. പിന്നെ അവരുടെ ജീവിതത്തിൽ എഴുതി ചേർത്ത ന്യായപ്രമാണത്തിൽ പറയുന്ന വസ്തുതയുണ്ട്, ഞാനല്ല അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. അങ്ങനെ അതിനെ നമസ്കരിച്ചാൽ അത് കുറ്റകരമാണെന്ന് ബോധ്യമായതുകൊണ്ടാണ് അവർ അതിന് മുമ്പിൽ വീണ്ടും നമസ്കരിക്കാഞ്ഞത്. അല്ല രാജാവിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചോ ഒന്നുമല്ല, അവർ അവിടെ നിന്നു. ഇനി അവിടെ ചെന്ന് രാജാവിനോട് ഈ കാര്യം അവതരിപ്പിക്കുന്നു. ഇനി അടുത്തത് ആ 13 മുതൽ 15 വാക്യങ്ങൾ വായിച്ച് 13 മുതൽ 15 വരെ. അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ? ഓക്കെ, ഇവിടെ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാവിന് ദേഷ്യം കൂടി ആകപ്പാടെ ഒരു കോപേഷ്ടനായി തീർന്നു കഴിഞ്ഞപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? നെബൂഖദ്നേസറിനോട് ഈ കൽദേർ വന്ന് പറയുമ്പോൾ അതങ്ങനെ രാജാവ് വിശ്വസിക്കുന്നില്ല. അത് അംഗീകരിച്ചിട്ടില്ല ആരോപണം. അദ്ദേഹം അതുകൊണ്ട് അവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അവർ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ രാജാവ് അവരോട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞത് സത്യമാണോ? ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും വാസ്തവത്തിൽ ഇത് വലിയ പരീക്ഷണമായിരുന്നു. പരീക്ഷണങ്ങൾ പലതും കഴിഞ്ഞു. നമുക്കറിയാം, പേര് മാറ്റി, ഭക്ഷണത്തിനകത്ത് ചേഞ്ച്, സ്വപ്നം വ്യാഖ്യാനിച്ചില്ലെങ്കിൽ കൊന്നുകളയും, അതെല്ലാം ജയിച്ചു. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഒരു വലിയ പരീക്ഷണത്തിന് നടുവിലെത്തിയിരിക്കുക. എന്നാൽ ദൈവത്തിന് വേണ്ടി ഒരു ഉറച്ച നിലപാട് ഈ സമയത്ത് സ്വീകരിക്കുക എന്ന് പറയുന്നത് അല്പം മാനുഷികമാം ബുദ്ധി അല്പം ബുദ്ധിമുട്ടാണ്. രാജാവ് ചോദിക്കുന്നു, ഈസ് ഇറ്റ് ട്രൂ? ഈ പറഞ്ഞ സത്യമാണോ എന്ന് വ്യക്തമായി ചോദിക്കുമ്പോൾ ആ ചോദ്യം അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു ചോദ്യമാണ്. അവർക്ക് അവിടെ ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം, ഉണ്ടായ പരീക്ഷണങ്ങളൊക്കെ നടുവിൽ അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. വാസ്തവത്തിൽ ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അറിഞ്ഞിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. കാണുന്നതിനെ കണ്ടിട്ട് അത് ശരിയാ ഇത് ശരിയാന്ന് പറയുന്ന നല്ല നിലപാട്. യഥാർത്ഥമായി രുചിച്ചറിഞ്ഞൊരു ദൈവ പൈതൽ അവൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണം.
ഇവിടെ അവരോട് ചോദിച്ച ചോദ്യത്തിന് മുൻപിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. എന്നാൽ ആ ചോദിച്ച ചോദ്യം അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഡൗട്ട് ഉണ്ടാക്കുന്നൊരു ചോദ്യമാണത്. ഡൗട്ട് ഉണ്ടാക്കുന്ന ചോദ്യമാണ്, സംശയം ഉളവാക്കുന്നൊരു ചോദ്യമാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ചെന്നപ്പോൾ സാത്താന് അവയോട് ചോദിച്ചത്, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ഇത്? ഇസ് ഇറ്റ് റിയൽ? ആ നിലപാടിനെ മാറ്റിമറിക്കുന്നൊരു ചോദ്യമാണത്. നിലപാട് വ്യക്തമാക്കാൻ കഴിയാത്തൊരു ചോദ്യം. അവിടെയാണ് അവ വീണുപോയത്. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അവിടെയാണ് അവയ്ക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി വിളിച്ചു പറഞ്ഞത്. അത് തന്നെ, ആ സാത്താൻ തന്നെ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനോട് പരീക്ഷിക്കാൻ വന്നപ്പോൾ യേശുവോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ദൈവപുത്രനാണോ? ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കണം. കാരണം അല്പ ദിവസം മുൻപ് സ്നാനമേറ്റ് കരേറിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് യഹോവയായ ദൈവം, പിതാവായ ദൈവം വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, യു ആർ മൈ ബിലവഡ് സൺ. അങ്ങനെ സ്വർഗത്തിൽ സാക്ഷ്യം കിട്ടിയ പുത്രനായ ക്രിസ്തു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിനകത്ത് ചഞ്ചലം വരുന്ന നിലയിൽ, സംശയം വരുന്ന നിലയിൽ, അവൻ്റെ നിലപാട് നിൽക്കാൻ കഴിയാത്തൊരു നിലയിൽ പിശാച് ചോദിക്കുന്ന, ഡൗട്ട് ഉണ്ടാക്കുന്നൊരു ചോദ്യം, നീ ദൈവപുത്രനാണോ? ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഡൗട്ട് ഉണ്ടാക്കുന്ന, ദൈവികമാകുന്ന വാഗ്ദത്തങ്ങളെ അവിശ്വസിപ്പിക്കുന്ന, ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രൊട്ടക്ഷനെയും ദൈവത്തിൻ്റെ കരുത്തിനെയും ദൈവിക ശക്തിയെയും ദൈവിക മഹത്വത്തെയൊക്കെ സംശയിപ്പിക്കുന്നൊരു ചോദ്യമാണത്. നമുക്കറിയാം, യേശു കർത്താവിനെ ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. മുമ്പോട്ട് പോകുമ്പോൾ പത്രോസ് യേശുവിനെ ഇങ്ങനെ അകലം വിട്ട് അനുഗമിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അനുഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 69 70 എന്ന് വായിച്ചേ. മാത്യു ചാപ്റ്റർ 26 verses 69 and 70. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. നോക്കണം, പാവം പത്രോസ് യേശുവിൻ്റെ ആ കഠിനമാകുന്ന ആ പ്രതിസന്ധി കണ്ടിട്ട് യേശുവിനെ അകലം വിട്ട് അനുഗമിച്ച് വന്ന് ദൂരത്ത് മാറി നിൽക്കുമ്പോൾ ആരെയും എത്രയും പേരെയൊക്കെ കണ്ടു. ഇവന്റെ അടുക്കൽ വന്ന് പറയണം, നീയും ആ യേശു ക്രിസ്തുവിന്റെ കൂടെ ഉള്ളവനല്ലയോ? അവിടെ പത്രോസിന്റെ നിലപാടിൽ ഉറച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല. അവിടെ പത്രോസ് ആരാണെന്നും അവൻ്റെ ഐഡന്റിറ്റിയിൽ, അവൻ്റെ നിലപാടിൽ അവൻ ഉറച്ചു നിൽപ്പാൻ കഴിയാഞ്ഞിട്ട് അവൻ പ്രാകുവാനും ആണയിടുവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടവൻ. അത് ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 57-ാമത്തെ വാക്യത്തിലുണ്ട്. ലൂക്ക് ചാപ്റ്റർ 22 verses 57. അപ്പൊ ആ നിലയിൽ പത്രോസിനെ ഇളക്കി മറിച്ചൊരു ചോദ്യമാണ്.
അവൻ്റെ നിലനിൽപ്പിനെ ബാധിച്ചൊരു ചോദ്യം. അവൻ്റെതായിരിക്കുന്ന തീരുമാനങ്ങളെയും അവൻ്റെ നിലപാടിനെയെല്ലാം ചോദ്യം ചെയ്ത് അവനെ സംശയമുളവാക്കി അവനെ കുഴച്ചു മറിച്ച ഒരു ചോദ്യമാണ് ഈ സ്ത്രീ വന്ന് പത്രോസ് ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് ഇതിനകത്തുനിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. നാം എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് നമ്മുടേതായൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതാണ് ഇവിടെ ഈ യഹൂദ ബാലന്മാർ ചെയ്തത്. അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് അവരാരെ വിശ്വസിക്കുന്നതെന്നും അവരെന്തിനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നതെന്നും ഉത്തമ ബോധ്യമുള്ളവരാണ്. അങ്ങനെ ഉള്ളവരുടെ മേൽ ഈ ചോദ്യം വന്നപ്പോൾ അവരവരുടെ നിലപാടിൽ, അവരുടെ സ്റ്റാൻഡിൽ അവർ ഉറച്ചു നിന്നതുപോലെ ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിലും ഇങ്ങുള്ളതായ ചോദ്യങ്ങൾ, പരീക്ഷണങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ പതറിപ്പോകാതെ നമ്മുടെ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മുടെ വിശ്വാസം വിട്ടുപോകാതെ നമ്മൾ ദൈവത്തോടുള്ള ബന്ധം മുറുകെ പിടിച്ചിരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവത്തോടുള്ള ബന്ധത്തിലെടുക്കുന്ന ഏത് തീരുമാനത്തിലും നാം ഉറച്ചു നിൽക്കുവാൻ ബാധ്യസ്ഥരാണ്. ഒരിക്കലും നമ്മൾ കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ പ്രാണപ്രിയനാണ് എന്ന് പറഞ്ഞ് അവൻ്റെ കൽപ്പനകളെല്ലാം പ്രമാണിച്ച് മുൻപോട്ട് പോയിട്ട് താൽക്കാലികമാകുന്നൊരു നേട്ടത്തിന് വേണ്ടി, താൽക്കാലികമാകുന്ന ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമാകുന്ന ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നീ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറിപ്പോകല്ലേ. നിന്റെ നിലപാടുകളെ നീ വ്യക്തമാക്കി അതിൽ ഉറച്ചു നിൽക്കണം. ഒരിക്കലും അത് വിട്ട് മാറിപ്പോകല്ലേ. നമ്മുടെ ക്രൈസ്തവ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ന് അവരെടുത്ത തീരുമാനങ്ങളിൽ അടിയുറച്ചു നിൽക്കാതെ അവരുടെ നിലപാടിൽ ഉറപ്പില്ലാത്തവരായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ കളിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത് പ്രായം ചെന്നവരെന്നല്ല, ഇന്നത്തെ തലമുറയിലേക്ക് നോക്കുമ്പോൾ അവരുടെ തീരുമാനം എന്താണ് അവർക്ക് അറിയത്തില്ല. ഏതാ സത്യമെന്ന് അറിയത്തില്ല. അവരുടെ നിലപാടിൽ അവർക്ക് ഉറപ്പില്ലാത്തവരായി അവരാടി ഉലയുന്ന ഒരു യുവാക്കന്മാരുടെ ഒരു കാലഘട്ടത്തിൽ നാം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കാം. യുവാക്കന്മാരാകുന്ന കുഞ്ഞുങ്ങൾ ഇറങ്ങിത്തിരിച്ചിട്ട് അവരെന്തിനിറങ്ങിത്തിരിച്ചു എന്നതിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിലും അവരെ മാടി വിളിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുടെ മുൻപിൽ, അവരെ ആകർഷിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുടെ ഒക്കെ മുമ്പിൽ അവർ നിലപാടിൽ ഉറച്ചു നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയുലയുന്ന ഒരനുഭവത്തിലൂടെയാണ് ഇന്നത്തെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരോട് ചോദിച്ചാൽ അവർ പറയും, സ്നാനപ്പെട്ടു, കർത്താവ് രക്ഷകനെ സ്വീകരിച്ചു. പക്ഷെ നിലപാടുകൾ ഉറപ്പില്ലാത്തവരായി എല്ലാത്തിനോടും കൂട്ടുപിടിച്ച് എല്ലാത്തിൻ്റെ തോളിൽ കൈയിട്ട് അവിടെ പോയാലും കുഴപ്പമില്ല, ഇവിടെ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു യുവതലമുറയുടെ നടുവിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ബാധ്യസ്ഥരാണ്. നമുക്കറിയാം, ഒരു കാലത്ത് കർത്താവിനോട് ഇറങ്ങിത്തിരിച്ച അനേക ഗായകർ, സിനിമാ ലോകത്തിന് വേണ്ടി മറ്റും പാടിക്കൊണ്ടിരുന്നവർ,
കർത്താവിനെ കണ്ടതിന് ശേഷം എന്നേക്കുമായി അത് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ക്രിസ്തീയ ഗാനങ്ങൾ ദൈവത്തിന് വേണ്ടി മാത്രമേ പാടത്തുള്ളൂ എന്നവർ തീരുമാനമെടുത്ത് ആ നിലയിൽ പാടിപ്പോകുന്ന ഒരു കൂട്ടം പാട്ടുകാരെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതേസമയം അവിടെ കൂട്ടത്തിൽ പോയി പാടും, ഇവിടെയും പോയി പാടും, നെബൂഖദ്നേസറിനെ പോലുള്ളവരുടെ മുമ്പിലും പോയി പാടും, ആത്മീയ സ്റ്റേജിലും കയറി പാടും. എല്ലായിടത്തും അവരിങ്ങനെ പെർഫോം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇത് അവരുടെ തീരുമാനങ്ങളിൽ, അവരുടേതായിരിക്കുന്ന കാഴ്ചപ്പാടിൽ, അവരറിഞ്ഞിരിക്കുന്ന സത്യത്തിൽ ഉറപ്പില്ലാത്തത് കൊണ്ട്, അവരുടെ നിലപാടുകളിൽ ഉറപ്പില്ലാത്തവരായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കണം, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സത്യങ്ങളിൽ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം. നമ്മുടെ നിലപാടുകൾ ഒരിക്കലും നമ്മൾ മാറ്റിമറിച്ച് പോകാൻ പാടില്ല. ഇങ്ങനെ ദൈവത്തിന് കാറ്റിനാൽ ഉലയുന്ന ഓടയെപ്പോലെയാകല്ലേ. നദീതീരങ്ങളിൽ വളർന്നു വരുന്ന ഒരു ചെടിയാണ് ഓട എന്ന് പറയുന്നത്. കാറ്റെങ്ങോട്ടടിക്കുന്നു അതനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോയിക്കൊണ്ടിരിക്കും. ഒരു ദൈവമക്കൾ ഒരിക്കലും അങ്ങനെ ആകരുതേ. നിങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടി ഇറങ്ങി തിരിച്ചതാണെങ്കിൽ നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതിൻ്റെ അകത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതിൽ നിന്ന് മാറുവാൻ സാധ്യമല്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിക്കുന്നു, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കണ്ടുമുട്ടിയ ദൈവത്തോടെ ബന്ധത്തിൽ, നമ്മൾ പഠിക്കുന്ന ദൈവജനത്തോടെ ബന്ധത്തിൽ, നമ്മൾ ക്രിസ്തീയ മാർഗത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും ആ നിലപാട് ഉറച്ചു നിൽക്കുന്നവരായി തീരണമെന്ന് ഞാൻ ഈ സമയം ഓർപ്പിക്കുകയും അതിനായി നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും തലമുറകളെയും ദൈവം ആ നില ഒരുക്കിയെടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇവിടെ ആ നിലയിലേക്കാണ് വന്നേക്കുന്നത്. നീ ആരാധിക്കുന്നില്ല എങ്കിൽ, നീ വീണ് നമസ്കരിക്കുന്നില്ല എങ്കിൽ നിന്നെ എരിയുന്ന തീച്ചുകൂടയിലേക്ക് വലിച്ചെറിയും. ഇത്രയും പ്രധാനപ്പെട്ട അവസരത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നെബൂഖദ്നേസറിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദേഷ്യം കൂടുന്നു, കോപം കൂടുന്നു. നെബൂഖദ്നേസറിനെ വാസ്തവത്തിൽ സഹിക്കാൻ കഴിയുന്നില്ല. കാരണം നെബൂഖദ്നേസർ നേരെ ആരും ഇങ്ങനെ നിലപാട് പറഞ്ഞിട്ടില്ല. അവൻ്റെ അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചു. 3-ാമത്തെ 15-ാമത്തെ വാക്യം. ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ? ഓക്കെ, അവിടെ പറയുന്നത് നിങ്ങളെ എരിയുന്ന തീച്ചൂളയിലിടും. അടുത്ത നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ദേവനാർ. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേൾക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, നെബൂഖദ്നേസറിന്റെ അഹങ്കാര മനോഭാവമാണ്. ഇതുവരെ നെബൂഖദ്നേസർ മുമ്പാകെ ഈ നിലയിൽ നിലപാട് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല ആരും. അതുകൊണ്ട് പറയുന്നത് അവനെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാരെന്ന ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ അവൻ്റെ രാജ്യത്തുള്ള
ദേവന്മാരെ കൂടെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഈ നാട്ടിയിരിക്കുന്ന അതിനെയും കൂടെയാണ് വെല്ലുവിളിച്ചേക്കുന്നത്. ആ പദം നന്നായി വായിക്കുമ്പോൾ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ദേവൻ ആരെന്ന് പറയുമ്പോൾ യഹൂദന്റെ ദൈവം മാത്രമല്ല, അവൻ നാട്ടിയിരിക്കുന്നതിനെയും അവൻ്റെ രാജ്യത്തുള്ളതിനെയൊക്കെ ഒരുമിച്ചാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അത് അറിഞ്ഞോ അറിയാതെയോ നെബൂഖദ്നേസർ വെല്ലുവിളിച്ചതാ. അതിൻ്റെ അർത്ഥം, ഈ നാട്ടിയിരിക്കുന്നതിനേക്കാളും ഈ രാജ്യത്തുള്ളതിനേക്കാളും നീ സേവിക്കുന്ന യഹോവയേക്കാളൊക്കെ ഞാൻ ശ്രേഷ്ഠനായ ഒരു ദൈവമാണെന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു. അതാണ് അതിനകത്ത് തെളിഞ്ഞു വരുന്നത്. അതാണ് എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാർ. ദേവൻ എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ, ആത്മീയമാകുന്ന ഒരു തലത്തിലേക്ക് അത് മാറി. ദേവനല്ലാതെ ഏത് രാജാവാണ് അല്ല ഏത് വ്യക്തിയാണ് ചോദിക്കുകയാണെങ്കിൽ അത് മനുഷ്യത്വത്തിൽ ചോദിച്ച ചോദ്യമാണെന്ന് പറയാം. നമ്മൾ സാധാരണ പറയത്തില്ലേ, എന്നാ നീ ഇന്ന് കൊണ്ടുപോകുന്ന കാണട്ടെ. ചില ആളുകൾ പറയും, എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകാൻ ചോണയുണ്ടെങ്കിൽ കൊണ്ടുപോകും. ഇങ്ങനെ ആളുകൾ പരസ്പരം പറഞ്ഞു കേൾക്കാം. ഇവിടെ ദേവന്മാരെ വെല്ലുവിളിച്ചേക്കുന്നത്. അപ്പോൾ ആത്മമണ്ഡലത്തിലുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് പറയും, ഞാൻ ഇതിനേക്കാളൊക്കെ വലിയവനാണെന്ന് സ്വയം അങ്ങ് അവരോധിച്ചു, സ്വയമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോൾ ദൈവത്തിന് വചനം പറയും, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്ന് ദൈവജനം പ്രഖ്യാപിച്ചു. അപ്പൊ ഇവൻ പറയുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആരെന്ന് പറയുമ്പോൾ ആ ദേവനേക്കാൾ വലിയവൻ അവിടെ നിൽക്കുന്നതിനേക്കാളും ആ രാജ്യത്തുള്ളതിനേക്കാളും നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെക്കാളൊക്കെ വലിയവൻ ഞാനാണ്. വാസ്തവത്തിൽ യഹോവയായ ദൈവം കൊടുത്ത ദൈവിക പ്രമാണത്തിനു നേരെ ഉള്ളൊരു വെല്ലുവിളിയാണിത്. ദൈവിക വചനത്തിന് നേരെയുള്ളതായ ഒരു വെല്ലുവിളി പ്രഖ്യാപനമാണിത്. നിങ്ങളെ എൻ്റെ കയ്യിൽ വിടുവിക്കാൻ കഴിയുന്ന ദൈവമാര്. ഈ പ്രസ്താവനയിലൂടെ സകല ദൈവങ്ങളെയും അവമാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയും. വാസ്തവത്തിൽ നെബൂഖദ്നേസർ അത്ര ചിന്തിച്ച് കാണത്തില്ല. ആ ദേഷ്യത്തിൻ്റെ ഭാവത്തിൽ താൻ വിളിച്ചു പറഞ്ഞതാ. പക്ഷെങ്കിൽ അതിൻ്റെ അർത്ഥം വേദപണ്ഡിതന്മാർ ഇങ്ങനെ പറയപ്പെടുന്നു, അതേ വാസ്തവത്തിൽ ഒരു ദൈവവിശ്വാസി അപ്പം അല്ല. ദൈവവിശ്വാസി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദപ്രയോഗം അങ്ങനെയല്ല വരേണ്ടത്. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ എന്നല്ല പറയേണ്ടത്. ദേവന്മാരുടെ ബന്ധത്തിലാണെങ്കിൽ ഞാൻ നാട്ടിയിരിക്കുന്ന ഈ ദൈവത്തെ എന്ന് എന്നെ വിടുവിക്കാൻ കഴിയുന്നവനായിരുന്നോ ആ നിലയിലാണ് പറയേണ്ടത്. അപ്പം അങ്ങനെ പറയാത്തത് കൊണ്ട് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന വാസ്തവത്തിൽ ഇദ്ദേഹം ഒരു ദൈവവിശ്വാസിയല്ല. ഇദ്ദേഹം ഒരു മതേതരവാദിയോ ഒരു മാനവികാരതയോ ഒരു ഹ്യൂമാനിസ്റ്റോ ഒക്കെ ആയിരിക്കാം. അദ്ദേഹം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ദൈവം ഒരു ബാബിലുള്ള ദൈവങ്ങളുമല്ലായിരിക്കാം. ഏതാ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇദ്ദേഹം വെല്ലുവിളിച്ചേക്കുന്നത്. ഇദ്ദേഹം ഇതിനെല്ലാം ചേർത്ത് വെല്ലുവിളിച്ചാലും എബ്രായ ബാലകന്മാരെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല. എബ്രായ ബാലന്മാരെ സംബന്ധിച്ച് അവരുടെ യഹോവയായ ദൈവത്തെ സംബന്ധിച്ച് ദൈവം കൊടുത്ത പ്രമാണവും ദൈവവും അതാണ് ഏറ്റവും വലുത്. അപ്പൊ അതിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് ഈ നെബൂഖദ്നേസർ രാജാവിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന് 16 മുതൽ 12 വാക്യങ്ങൾ വായിച്ചേ. 16 മുതൽ 18 വരെ. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്
ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ അവർ പറഞ്ഞു, രാജാവ് ഈ കാര്യത്തിൻ്റെ അകത്ത് ഉത്തരം പറയേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. ഇതിനകത്തൊരു ആവശ്യമില്ല ഉത്തരം പറയേണ്ട ആവശ്യം. കാരണം അവർക്ക് സ്വയം ഈ ചോദ്യത്തിന് മുമ്പ് സ്വയം പ്രതിരോധിക്കേണ്ട. കാരണം ഇവൻ വെല്ലുവിളിച്ചിരിക്കുന്നത് എബ്രായ ബാലന്മാരെയല്ല, വാസ്തവത്തിൽ വെല്ലുവിളിച്ച യഹോവയായ ദൈവത്തെയാണ്. അത് ഇതിന് നേരെ പ്രതിരോധിക്കേണ്ട ആവശ്യം യഹൂദ ബാലന്മാർക്കില്ല. പ്രതിരോധിക്കേണ്ടത് യഹോവയായ ദൈവമാണ്. ഈ കാര്യത്തിൽ അവരുടെ കുറ്റബോധം വളരെ വ്യക്തമായിരുന്നു. അവർ ഈ പ്രതിമയുടെ മുമ്പിൽ കുമ്പിടുകയില്ലെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കാൻ പ്രാപ്തനാണ്. ഇതിൽ യഹൂദ പുരുഷന്മാർ, ബാലന്മാർ ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ചും നല്ല അറിവും അതിന് നല്ല വില കൊടുക്കുകയും ചെയ്യുന്ന എബ്രായ ബാലന്മാരായിരുന്നു. അല്ലാതെ വെറുതെ പറയുന്ന ബാലന്മാരല്ല. അവർ സേവിക്കുന്ന ദൈവം ആരാണെന്നും ആ ദൈവത്തിൻ്റെ പവർ എന്താണെന്നും ആ ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നും നന്നായി അറിവുള്ളവർ മാത്രമല്ല, ആ നിലയിൽ വിലമതിക്കുന്ന, ബഹുമാനം കൊടുക്കുന്ന യഹൂദ ബാലന്മാരാണ്. നമുക്കെല്ലാം യേശുക്രിസ്തു ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവം ആരാണെന്നും അറിയാം. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ അറിവിനനുസരിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും മഹത്വവും നമ്മൾ കൊടുക്കാറില്ല. അതുകൊണ്ട് സങ്കീർത്തക്കാരൻ പറയുന്നു, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാനാണ് പറയുന്നത്. അവൻ്റെ നാമത്തിന് തക്ക മഹത്വം. അപ്പം അതുകൊണ്ട് നമ്മൾ അറിവ് നേടുന്നതിനൊപ്പം തന്നെ ആ അറിവിനനുസരിച്ച് അവൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ നിലയിലുള്ള ബഹുമാനം കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് നല്ല അറിവുണ്ട്. ആ അറിവിനനുസരിച്ച് കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ അവർ റെഡിയാണ്. വാസ്തവത്തിൽ കത്തുന്ന തീച്ചൂള, ആ തീച്ചൂളയിൽ നെബൂഖദ്നേസറിന്റെ കയ്യിൽ നിന്നും ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്നോ ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. ഈ തീച്ചൂളയിൽ മാത്രമല്ല, രാജാവിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കും. അയാൾ ചോദിച്ചില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കാവുന്ന ദേവനാർ? അത് ചോദ്യം ഉത്തരം കൊടുക്കുന്നത്, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ തീച്ചൂളയിൽ നിന്നും രക്ഷിക്കും, നിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ, നെബൂഖദ്നേസരേ, നിന്റെ ഈ പേടിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾ അടിപതറുന്നവരല്ല, ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനം കേൾക്കുന്നവരോട് ഉറപ്പിനായി പറയട്ടെ, ജീവിതത്തിൽ നമ്മളെ ഭ്രമിപ്പിക്കുന്ന, പേടിപ്പിക്കുന്ന, സംശയിപ്പിക്കുന്ന ഇങ്ങനെയുള്ള പല വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിന് നേരെ, നിങ്ങളുടെ കുടുംബത്തിന് നേരെ, നിങ്ങളുടെ ജോലിക്ക് നേരെ, നിങ്ങളുടെ ബിസിനസ് നേരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് നേരെ വെല്ലുവിളികൾ ഉയരുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യണം. നിങ്ങൾ അടിപതറല്ലേ, വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് പറഞ്ഞ് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നമ്മളെ സംശയിപ്പിക്കുക, നമ്മുടെ സ്റ്റാൻഡിൽ നിന്നും നമ്മളെ മാറ്റുക, നമ്മളെ കാലിടറിക്കുക, കാല് വഴുതിക്കുക. ഇതെല്ലാം പിശാചിൻ്റെ തന്ത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ രാത്രി ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ നിലയിൽ ആ വ്യക്തിപരമായാലും കൊള്ളാം,
ആത്മീയമായാലും കൊല്ല, നിന്റെ മനസ്സിനോട് നിന്നോട് ഈ നിലയിൽ ചോദ്യങ്ങൾ ചോദിച്ചു വന്ന് നിന്നെ സംശയിപ്പിക്കുവാൻ, അടിപതറിക്കുവാൻ, വീഴ്ത്തുവാൻ ഒക്കെ വന്നെന്നിരിക്കാം. പക്ഷെങ്കിൽ നീ നിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. എൻ്റെ ദൈവത്തിന് ഇതിൽ നിന്ന് മാത്രമല്ല, ഈ വെല്ലുവിളിയിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പ്രാപ്തനാണെന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇവരുടെയും കുറെ വെല്ലുവിളികൾ കേട്ടിട്ട് നാം ഭയപ്പെടല്ലേ, നാം ഉറച്ചു നിൽക്കണം. ഭയപ്പെട്ടാൽ പോയി. ഒരു വിധത്തിലും ഭയപ്പെടല്ലേ. ആ വെല്ലുവിളി ആര് മുഴക്കിയോ അവനേക്കാൾ വലിയവനാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് ഉത്തമ ബോധ്യം ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. നിങ്ങളുടെ ശുശ്രൂഷയ്ക്കെതിരെ, നിങ്ങളുടേതായിരിക്കുന്ന ചർച്ചിനെതിരെ, നിങ്ങളുടെ ആത്മീയ ആരാധനയ്ക്കെതിരെ പലതരത്തിലുള്ള വെല്ലുവിളികൾ മുഴങ്ങുമ്പോഴും ഹൃദയത്തിനകത്ത് പറയണം, ഈ വെല്ലുവിളി മുഴക്കിയാൽ ആ വെല്ലുവിളിയെക്കാളും മുഴക്കിയവനേക്കാളും ഉന്നതനാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് ഉത്തമ ബോധ്യം ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരിക്കണം എന്നൊരു യാഥാർത്ഥ്യം ഈ പദത്തിൽ ഓർപ്പിക്കുകയാണ്. ഇവിടെ ഈ യഹൂദ ബാലന്മാർ, അവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അവരുടെ ദൈവത്തെക്കുറിച്ച് അറിവും അവൻ്റെ ശക്തി എന്താണെന്നും അറിയ മാത്രമല്ല, അതുപോലെ പ്രാധാന്യത കൊടുത്തിരുന്നു. ആ നിലയിൽ അവർ മുൻപോട്ട് പോയി. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അവർ പറഞ്ഞ അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയാൽ ഇന്ന് എനിക്ക് സമയത്ത് പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ഭാഗം ഞാനിവിടെ നിർത്തുകയാണ്. അവിടെ ഈ രാത്രിയിൽ എനിക്ക് ദൈവജനത്തോട് പറയട്ടെ, നമ്മൾ പോകേണ്ടടുത്ത് മാത്രമേ പോകാവൂ, ചെയ്യേണ്ടത് മാത്രമേ ചെയ്യാവൂ. എല്ലായിടത്തും പോയി ചെവി കൊടുക്കല്ലേ, എല്ലായിടത്തും പോയി നിൽക്കല്ലേ. 2, നമ്മൾ ഓർപ്പിച്ച പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ സംശയിപ്പിക്കുന്ന, നമ്മളെ പതറിക്കുന്ന പലതും വന്നേക്കാം. പക്ഷെങ്കിൽ എടുത്ത തീരുമാനത്തിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം. നമ്മുടെ സ്റ്റാൻഡിൽ, നമ്മുടെ നിലപാടിന് മാറ്റം വരുത്തുവാൻ പാടില്ല. 3, വെല്ലുവിളികൾ പലതരത്തിലും വന്നിരിക്കാം. പക്ഷെങ്കിൽ ഈ വെല്ലുവിളിയുടെ നടുവിൽ നമ്മൾ പതറിപ്പോകാതെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെല്ലാം ഒരുക്കിയെടുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.